നമസ്കാരം. പ്രവാസികൾ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. യൂറോപ്പിലെ പ്രശസ്ത ഡിസ്കൗണ്ട് സ്റ്റോർ ശൃംഖലയായ ലിഡലിന്റെ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശമായി കമ്പനി രംഗത്തെത്തി. ജർമ്മനി, ബെൽജിയം, നെതർലൻഡ്സ് എന്നിവിടങ്ങളിലെ ലിഡിൽ ഓൺലൈൻ ഷോപ്പ് ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങൾ സൈബർ ആക്രമണത്തിലൂടെ ചോർന്നുവെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത്. ബാഹ്യ IT സേവനദാതാവിന്റെ സിസ്റ്റത്തിലുണ്ടായ സുരക്ഷാ വീഴ്ചയാണ് വിവരച്ചോർച്ചയ്ക്ക് കാരണമായത്. ഉപഭോക്താക്കളുടെ പേര്, ഇമെയിൽ ID, ഫോൺ നമ്പർ, ജനന തീയതി, കസ്റ്റമർ ID എന്നിവ ചോർന്നിട്ടുണ്ട്. അതേസമയം പാസ്വേഡുകൾ, ബാങ്ക് കാർഡ് വിവരങ്ങൾ, വിലാസങ്ങൾ എന്നിവ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് പറയുമ്പോഴും ആശങ്ക വലിയ രീതിയിൽ ശക്തമാണ്. പേരും ഫോൺ നമ്പറും ഉപയോഗിച്ച് ലിഡിലിന്റെ പേരിൽ വ്യാജ ഇമെയിലുകൾ, SMS-കൾ, ഫോൺ കോളുകൾ എന്നിവ വഴി തട്ടിപ്പിന് സാധ്യതയുണ്ടെന്ന് കമ്പനി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജർമ്മനിയിലെ പൊതു ആരോഗ്യ ഇൻഷുറൻസ് അതായത് ഗസറ്റ്ലിഷെ ക്രാങ്കൻഫോർസിസ്റ്റും എടുത്ത 7.5 കോടിയോളം വരുന്ന ആളുകൾക്ക് വൻ തിരിച്ചടിയാകുന്ന പുതിയ നിയമപരിഷ്കാരം സർക്കാർ നടപ്പിലാക്കുകയാണ്. ഇൻഷുറൻസ് കമ്പനികൾ തങ്ങളുടെ അധിക വരിസംഖ്യ അതായത് സൂസാറ്റ്സ് ബൈട്രാക് വർദ്ധിപ്പിക്കുമ്പോൾ ഉപഭോക്താക്കളെ കത്തുവഴിയോ ഇമെയിൽ വഴിയോ നേരിട്ട് അറിയിക്കണമെന്ന നിയമപരമായ ബാധ്യത റദ്ദാക്കാനാണ് മെർസ് സർക്കാർ തീരുമാനിച്ചത്. ചെലവുകളും ബ്യൂറോക്രസിയും കുറയ്ക്കുക എന്ന പേരിലാണ് പുതിയ നിയമപരിഷ്കാരം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇൻഷുറൻസ് നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ കത്ത് ലഭിക്കുന്നതിലൂടെ ഉപഭോക്താക്കളുടെ ഉയർന്ന നിരക്കിനെ കുറിച്ച് കൃത്യമായ ധാരണ ലഭിച്ചിരുന്നു. എന്നാൽ മേലിൽ ഇതുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മാസം തോറും ശമ്പളത്തിൽ നിന്ന് കൂടുതൽ തുക പിടിച്ചു തുടങ്ങുമ്പോൾ മാത്രം ആണ് ഇത് ശ്രദ്ധയിൽപ്പെടാൻ സാധ്യതയുള്ളത്. വ്യാജവും അപകടകരവുമായ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചതിന് ചൈനീസ് ഓൺലൈൻ ഷോപ്പിംഗ് ഭീമനായ ആലി എക്സ്പ്രസിന് 550 മില്യൺ യൂറോ പിഴ ചുമത്തി യൂറോപ്യൻ യൂണിയൻ. ഉപഭോക്താക്കളുടെ സുരക്ഷ മുൻനിർത്തി വ്യാജ വസ്ത്രങ്ങൾ, സുരക്ഷിതമല്ലാത്ത കളിപ്പാട്ടങ്ങൾ, അപകടകരമായ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവ പ്ലാറ്റ്ഫോമിൽ നിന്ന് നീക്കം ചെയ്യുന്നതിൽ കമ്പനി പരാജയപ്പെട്ടതിനെ തുടർന്നാണ് തിങ്കളാഴ്ച യൂറോപ്യൻ കമ്മീഷൻ ഈ കടുത്ത നടപടി സ്വീകരിച്ചത്. ചൈനയിൽ നിന്നുള്ള നിലവാരമില്ലാത്തതും അപകടകരമായ ഉൽപ്പന്നങ്ങളെ കുറിച്ചുള്ള EUവിന്റെ കടുത്ത പോരാട്ടത്തിന്റെ ഭാഗമാണ് നടപടി. എന്തായാലും യൂറോപ്പിലെ പ്രത്യേകിച്ച് ജർമ്മനിയിലെ ഒട്ടനവധി മലയാളികൾ ആലി എക്സ്പ്രസിന്റെ ഓൺലൈനിൽ നിന്നും പല സാധനങ്ങളും വാങ്ങിയതായി പലരും പറയുന്നുണ്ട്. ഇവർക്കെല്ലാം തന്നെ സുരക്ഷിതമല്ലാത്ത അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അല്ലാത്ത സാധനങ്ങളാണ് ലഭിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെ സാധനം ലഭിക്കുമ്പോഴും സാമ്പത്തിക നഷ്ടമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. നിയമവിരുദ്ധ ഉൽപ്പന്നങ്ങൾക്ക് പരസ്യവും പ്രമോഷനും വഴിയാണ് ആലി എക്സ്പ്രസ് സാധനങ്ങൾ വിറ്റഴിക്കുന്നത്. യൂറോപ്പിൽ ലഭിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ തുണിത്തരങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളുമാണ് ആലി എക്സ്പ്രസിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആളുകളും ആലി എക്സ്പ്രസിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. ഉക്രൈനിൽ ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ റഷ്യൻ ആക്രമണത്തിൽ കാസർഗോഡ് സ്വദേശിയടക്കം 10 പേർ കൊല്ലപ്പെട്ടു. ഉക്രൈനിലെ ഒഡേസ തുറമുഖത്തിന് സമീപം ചരക്ക് കപ്പലിന് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിലാണ് 4 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടത്. മരിച്ചവരിൽ കാസർഗോഡ് സ്വദേശിയായ അഖിൽ ജോയൻ എന്ന 26-കാരൻ മർച്ചന്റ് നേവി ജീവനക്കാരനുമുണ്ട്. മരിച്ച മറ്റു ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശികളായ ജോയൻ സാലി ദമ്പതികളുടെ മകനാണ് അഖിൽ. ഒരു ഇന്ത്യക്കാരൻ പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ധാന്യം കയറ്റി പോവുകയായിരുന്ന ഗോൾഡൻ ലിയോ എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്ത്യൻ സിറിയൻ നാവികരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. 17 ജീവനക്കാരിൽ 5 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന നിലയിൽ അവസാന ഔദ്യോഗിക അഭിസംബോധന നടത്തി കിയർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് ചാൾസ് രാജകുമാരന് കൈമാറിയതിനെ തുടർന്ന് ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേണം ബ്രിട്ടന്റെ 59ാമത് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ ചാൾസ് മൂന്നാമൻ രാജാവിനെ സന്ദർശിച്ച ആൻഡി ബേണം സർക്കാർ രൂപീകരിക്കാനുള്ള ഔദ്യോഗിക ക്ഷണം സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അധികാരമേൽക്കൽ നടപടികൾ പൂർത്തിയായത്. ലോക ഫുട്ബോളിന്റെ സിംഹാസനത്തിൽ ഇനി പുതിയ രാജാക്കന്മാർ വാഴും. യൂറോപ്യൻ കിരീടത്തിന് പിന്നാലെ ലോക ഫുട്ബോളിലെ പരമാധികാരികളായും സ്പെയിൻ മാറിക്കഴിഞ്ഞു. ഫുട്ബോൾ ലോകം ശ്വാസം അടക്കിപ്പിടിച്ചു കണ്ട ആവേശ പോരാട്ടത്തിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെയും മെസ്സി പടയെയും ഏകപക്ഷീയമായ 1 ഗോളിന് തറപറ്റിച്ചാണ് സ്പെയിൻ തങ്ങളുടെ 2ാം ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ടത്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ യൂറോ കപ്പുകൾ അതായത് 4 തവണ യൂറോ കപ്പ് നേടുന്ന ആദ്യ രാജ്യമാണ്
സ്പെയിൻ. 1964, 2008, 2012, 2024 എന്നീ വർഷങ്ങളിലാണ് സ്പെയിൻ യൂറോ കപ്പ് നേടിയത്. അതേസമയം 2010 ലോകകപ്പ് നേടിയതിന് പിന്നാലെയാണ് ഇത്തവണയും ഫിഫ കപ്പും നേടിയിരിക്കുന്നത്. യൂറോ കപ്പിലെ സമാനതകളില്ലാത്ത വിജയത്തിന് പിന്നാലെയാണ് ലോക കിരീടവും മാഡ്രിഡിലേക്ക് എത്തിച്ചത്. ഫുട്ബോൾ ചരിത്രത്തിലെ തങ്ങളുടെ സുവർണകാലം വീണ്ടെടുത്തിരിക്കുകയാണ് ലാ റോഹ. ലാറ്റിൻ അമേരിക്കൻ വീരത്തെ തളച്ച യൂറോപ്യൻ തന്ത്രം മത്സരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആവേശം അണപൊട്ടി ഒഴുകിയ പോരാട്ടമായിരുന്നു നടത്തിയത്. ലയണൽ മെസ്സിയുടെ പിൻഗാമികളായി അർജന്റീനൻ നിര കളം നിറഞ്ഞപ്പോൾ കൃത്യമായ പാസിംഗും ടാക്ടിക്കൽ ഡിസിപ്ലിനും കൊണ്ട് സ്പെയിൻ അതിനെ തടയിട്ടു. ആക്രമണ പ്രത്യാക്രമണങ്ങൾക്കൊടുവിൽ രണ്ടാം പകുതിയിൽ പിറന്ന ഏക ഗോൾ മത്സരത്തിന്റെ വിധിയെഴുതി. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ പ്രതിരോധ കോട്ടയെ തകർത്ത് സ്പാനിഷ് പട മുന്നേറ്റം നടത്തിയപ്പോൾ അൽബി സെലസ്റ്റുകൾക്ക് മറുപടിയില്ലായിരുന്നു. മറുപടി ഗോളിനായി അർജന്റീന കിണഞ്ഞു ശ്രമിച്ചെങ്കിലും സ്പാനിഷ് പ്രതിരോധവും ഗോൾ കീപ്പറും ഉരുക്കു മതില് പോലെ ഉറച്ചു നിന്നു. 2010 ദക്ഷിണാഫ്രിക്കയുടെ മണ്ണിൽ ആന്ദ്രേ ഇനീസ്റ്റയുടെ ഗോളിൽ നെതർലൻഡ്സിനെ ഏകപക്ഷീയമായി ഒരു ഗോളിന് തകർത്ത് ആദ്യമായി ലോക കിരീടം ചൂടിയ സ്പെയിനിന്റെ ഓർമ്മകളാണ് ഈ വിജയം സമ്മാനിക്കുന്നത്. അന്ന് ടിക്കി-ടാക്ക ശൈലി ലോകം മുഴുവൻ തരംഗമായെങ്കിൽ ഇന്ന് അതിവേഗ ഫുട്ബോളും യുവത്വത്തിന്റെ കരുത്തും ചേർത്ത് വെച്ചാണ് സ്പെയിൻ കളം നിറഞ്ഞു കളിച്ചതും ട്രോഫി കരസ്ഥമാക്കിയതും. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫോമിലൂടെ കടന്നുപോകുന്ന സ്പെയിൻ യൂറോപ്പും ലോകവും കീഴടക്കി ഇനി വരാനിരിക്കുന്ന ടൂർണമെന്റുകളിലും തങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തോറ്റെങ്കിലും തലയുയർത്തി തന്നെയാണ് അർജന്റീന കളം വിട്ടത്. എന്നാൽ ഇത്തവണത്തെ വിജയം ഫുട്ബോളിനെ പ്രണയിക്കുന്ന സ്പെയിനിലെ ലക്ഷക്കണക്കിന് ആരാധകരെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആരാധകരെയും സ്പെയിനിന് ആവേശം കൊള്ളിക്കാനായി. ടൂർണമെന്റിലെ താരമായി സ്പെയിനിന്റെ റോഡ്രിഗസും മികച്ച യുവതാരമായി പൗ കുബാർസിയും ഗോൾഡൻ ഗ്ലൗ ഉനായ് സിമോണിനും ഗോൾഡൻ ബൂട്ട് ഫ്രാൻസിന്റെ എംബാപ്പയ്ക്കുമാണ് ലഭിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം.